നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും ഒത്തിരി ആൾക്കാർ ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ എന്നോട് ചോദിക്കുന്ന ഒരു മെയിൻ സംശയമാണ് ഫേസ് ക്രീമും കിഡ്നി ഡിസീസും. എന്താണ് അതിൻ്റെ ഒരു കാര്യം? അല്ലെങ്കിൽ ആയുർവേദിക് ഫേസ് ക്രീമുകൾക്ക് അല്ലെങ്കിൽ സ്കിൻ ലൈറ്റനിങ് ക്രീമുകൾക്ക് ഈ പറഞ്ഞ കിഡ്നി ഡിസീസ് ഉണ്ടാക്കുമോ, നമ്മുടെ ഓർഗൻസ് ഏതെങ്കിലും തകരാറിനാകുമോ എന്ന് എനിക്ക് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഒരു ദിവസം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫേസ് ചെയ്യും. OP-യിലാവട്ടെ, ക്ലിനിക്കിൽ വരുന്നവരാകട്ടെ, യൂട്യൂബ് സെഷൻ, കമന്റ് സെഷനിലൊക്കെ നമുക്ക് മെയിനായിട്ടും കിട്ടുന്ന ഒരു ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. മെയിൻലി നമുക്കറിയാം, ഒരു അൺറെഗുലേറ്റഡ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു രീതിയിലല്ല ഒരു ക്രീം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഹെവി മെറ്റൽസ് പോലത്തെ സാധനങ്ങളും നിരോധിക്കപ്പെട്ട കെമിക്കൽസും പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർന്നിട്ടുണ്ടെങ്കിലും നമുക്ക് സിവിയർ കിഡ്നി ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഹെവി മെറ്റൽസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുഖത്ത് ഒരു ക്രീം പരട്ടുന്നതുകൊണ്ട് അത് കിഡ്നീനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ അബ്ഡമിനുള്ളിൽ ഇരിക്കുന്ന ഒരു കിഡ്നീനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്? അത് വേറൊന്നുമല്ല, ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ അൺസർട്ടിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ കോസ്മെറ്റിക് എന്ത് പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ തന്നെയും അതിൻ്റെ അകത്ത് ഹെവി മെറ്റൽസോ ഹൈ കെമിക്കൽസോ ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് മെർക്കുറി ഒക്കെയാണ് പറയുന്നത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ശരിക്കും അത് സ്കിന്നിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തും കേട്ടോ. ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഒരു ഒഴുക അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും നമുക്കറിയാം കിഡ്നിയാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിയിൽ എത്തിയിട്ട് ഇത് ഫിൽട്രേഷന് തകരാറ് വരികയും അങ്ങനെ അത് ഹെവി മെറ്റലാണല്ലോ, കറക്റ്റായിട്ട് അതിന് ടൈനി ആയിട്ടുള്ള ഫിൽറ്ററിങ് മെക്കാനിസത്തെ ഇത് തകരാറിലാക്കുകയും അപ്പം കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്യുന്നില്ല. അപ്പോൾ കിഡ്നിക്ക് ഡാമേജ് വരാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് മാത്രമല്ല, മിക്കവാറും ആൾക്കാരെ ഹെയർ സ്ട്രൈറ്റനിങ് ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ഹെയർ ബൊട്ടോക്സ് ക്രീംസ്, സ്ട്രൈറ്റനിങ് ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒത്തിരി കേസസ് വന്നിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ വെളുക്കുന്ന ക്രീമുകൾ പല ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള അത്ര നന്നായിട്ട്, അതായത് ഒരു സർട്ടിഫൈഡ് അല്ലാത്തുള്ള ക്രീംസ് ഉപയോഗിച്ചിട്ട് ഒത്തിരി ആൾക്കാർക്ക് ഈ കിഡ്നി പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രീം ഉപയോഗിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കിഡ്നി പ്രോബ്ലംസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ഞാൻ പറയാം. നിങ്ങളുടെ കണ്ണിന്റെ അടിയിൽ നീർക്കെട്ടുണ്ടാവുന്നു, നീരുണ്ടാവുന്നു, മുഖം ഒരു പഫിനെസ് പോലെ നീരുണ്ടായിട്ടിരിക്കും, നിങ്ങളുടെ ആംഗിൾ ജോയിന്റിലും കാൽപാദത്തിൽ നീരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രീം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. അതുപോലെ തന്നെ യൂറിനിൽ നമ്മൾക്ക് സാധാരണ കാണുന്നേക്കാളും കൂടുതൽ പതയായിട്ട് ഒരു വെളുത്ത രീതിയിലുള്ള പത കാണുകയാണെങ്കിലും കിഡ്നിക്ക് ഡാമേജ് ഉണ്ട്, പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റുകൾ, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സാധിക്കാം, പെട്ടെന്ന് ചെയ്യുക. അതുപോലെ ആയുർവേദ ക്രീമിന്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ തന്നെയും കുറെ ഹോം മെയ്ഡ് അൺസർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ ക്രീംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് ക്രീംസ് ഉണ്ടാക്കുന്നു, എടുത്ത് കുറച്ച് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നു. ഇങ്ങനെയുള്ള ക്രീംസ് ഒന്നും നിങ്ങൾ വിശ്വസിച്ച് ഉപയോഗിക്കരുത്. നിങ്ങൾ ഒരു ആയുർവേദ പഠിച്ച ഒരു ഡോക്ടറുടെ ഒരു BAMS കംപ്ലീറ്റ് ചെയ്ത ഒരു ഡോക്ടറുടെ ആയുർവേദ ക്രീംസ് ആണെങ്കിൽ ആ ഒരു ഡോക്ടറിന് മാത്രമേ അത് ഒതന്റിക് ആയിട്ട് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ അതിന് ലൈസൻസ് ഉള്ള കമ്പനികൾക്ക്, അങ്ങനെ കൃത്യമായിട്ട് ലൈസൻസ് ഉള്ളതാണോ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത് എന്ന് കണ്ടിട്ട് മാത്രം ഇങ്ങനത്തെ ഹോം മെയ്ഡ് ക്രീംസും ഓയിൽസും ഒക്കെ ഉപയോഗിക്കുക. കാരണം ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നവരും പോകുന്നവരും വ്ളോഗേഴ്സും ഡോക്ടേഴ്സ് അല്ലാത്തവരും എല്ലാവരും തന്നെ ഇങ്ങനത്തെ ക്രീംസും എണ്ണകളും സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ നിർമ്മിച്ച് തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അകത്തൊരു കണ്ണ് വെക്കുക. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫേസ് ക്രീമിലും മെയിനായിട്ടും ഹെയർ സ്ട്രൈറ്റനിങ് ക്രീമിലും വരുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കിഡ്നി ഡാമേജ് ആണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇതിന്റെ സിംറ്റംസ് നമുക്ക് വന്നാൽ മനസ്സിലാക്കി നമ്മുടെ പ്രശ്നം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്താനും, അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്രീംസ് മേടിക്കുമ്പോൾ ഒന്ന് ജാഗരൂകരായിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായത് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.